യൂറോ കപ്പിൽ ഗ്രൂപ്പ് ബിയിലെ ഫ്രാൻസും ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരത്തിൽ കളിയെ താരമായി തെരഞ്ഞെടുത്തത് അയാളെയാണ്. 2 വർഷത്തോളം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന പരിക്ക് കാരണം ലോകകപ്പിൽ ടീമിൽ ഇടം നേടാതെ പോയ എൻഗോളോ കാൻഡെ എന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ഫ്രഞ്ച് സ്ട്രൈക്കർ മാർക്കസ് തുറാം എൻഗോളോ കാൻഡെയെ കുറിച്ച് പറഞ്ഞത് അവന് ടീമിൽ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ വിജയം ഉറപ്പിച്ചു എന്നാണ്. ആ വാക്കുകൾ ഓസ്ട്രിയക്കെതിരായ മത്സരത്തിൽ അക്ഷരം പ്രതി ശരിയാവുകയും ചെയ്തു. ഫ്രാൻസിന്റെ ആദ്യ 11-ൽ പല പേരുകളും മറികടന്ന് കാൻഡെയെ വീണ്ടും കണ്ടപ്പോൾ പലരും തെറ്റിദ്ധരിച്ചത് അയാൾ വന്നിരിക്കുന്നത് തന്റെ ഫെയർവെൽ മാച്ചിന് വേണ്ടിയായിരിക്കുമെന്നാണ്. എന്നാൽ കളിയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇതൊരു തിരിച്ചുവരവാണെന്ന് ഗ്രൗണ്ടിനകത്തും പുറത്തും ഇരിക്കുന്നവർക്ക് മനസ്സിലായി. മികച്ച ഡിഫൻസീവ് വർക്കുകളുമായി കളിയുടെ കടിഞ്ഞാണ് ഏറ്റെടുത്തുകൊണ്ട് എപ്പോഴും എന്ന പോലെ കാൻഡെ കളം നിറയുകയായിരുന്നു. ഫ്രാൻസിനായി കൂടുതൽ ടാക്കിളും ഇന്റർസെപ്ഷനും ചെയ്തത് കാൻഡെയാണ്. കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റിലും കാൻഡെ തന്നെ മുന്നിൽ. എൻഗോളോ കാൻഡെയെ പരിശീലകൻ ദിദിയർ ദശാംസ് എന്തുകൊണ്ട് ടീമിലേക്ക് തിരിച്ചു വിളിച്ചു എന്നതിനുള്ള ഉത്തരം ഒറ്റ മത്സരം കൊണ്ട് തന്നെ ലഭിച്ചു. ടീമിന്റെ മധ്യനിര കൺട്രോൾ ചെയ്യുക മാത്രമല്ല ഈ മിഡ്ഫീൽഡർ ചെയ്തത്. ഓസ്ട്രിയ ഗോൾ മടക്കുമെന്ന് തോന്നിയ പല അവസരങ്ങളിലും കൃത്യമായി ഇടപെടുകയും ചെയ്തു. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മത്സരത്തിലെ 85-ാം മിനിറ്റ്. ഫ്രാൻസിന് വേണ്ടി ഗ്രീസ്മാൻ എടുത്ത ഫ്രീ കിക്കിൽ നിന്നും ഓസ്ട്രിയയുടെ കൗണ്ടർ അറ്റാക്ക് വരുന്നു. ആ കൗണ്ടർ അറ്റാക്ക് വില്യം സാലിബയുടെ പിഴവിലൂടെ ഓസ്ട്രിയക്ക് കൂടുതൽ അനുകൂലമായി തീരുകയും ചെയ്യുന്നു. പന്ത് പിടിച്ചെടുത്തോടെ സ്ട്രൈക്കർ പാട്രിക് വിമ്മറിനെ സാലിബയ്ക്ക് പിടിക്കാൻ കഴിയില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ആ 13-ാം നമ്പറുകാരൻ കൃത്യമായി തന്നെ ഇടപെട്ടു. വിമ്മറുടെ മുന്നിലേക്ക് ഓടിയെത്തി ബോൾ കീപ്പർക്ക് കൈമാറി. ആ നിമിഷമുയർന്ന കമന്ററി ഇങ്ങനെയായിരുന്നു: ഹു ഈസ് ദർ വൺസ് അഗെയിൻ ടു സേവ് ദ ഡേ? എൻഗോളോ കാൻഡെ ഫോർ ഫ്രാൻസ്. കഴിഞ്ഞ 1 വർഷമായി യൂറോപ്പിലെ ഗ്രൗണ്ടുകളിലല്ല കാൻഡെ കളിക്കുന്നത്, സൗദി ലീഗിലാണ്. സൗദിയിലെ അൽ ഇത്തിഹാദിന് വേണ്ടി സാൻഡെ കഴിഞ്ഞ സീസണിൽ 42 മത്സരങ്ങളിൽ ബൂട്ട് കെട്ടി. യൂറോപ്പിൽ നിന്നും സൗദിയിലേക്ക് കാൻഡെ എത്തിയപ്പോൾ താരസമ്പന്നമായി കിടക്കുന്ന ദേശീയ ടീമിലേക്ക് 33-കാരന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടായേക്കില്ല എന്ന് ഫുട്ബോൾ ലോകം വിധിയെഴുതിയിരുന്നു. പ്രത്യേകിച്ചും റയൽ മാഡ്രിഡിന്റെ ചൗമേനി കാമവിംഗ കൂട്ടുകെട്ട് കളിമനിയുന്ന ഫ്രഞ്ച് മധ്യനിരയിലേക്ക്. എന്നാൽ ദശാംശന് തന്റെ വിശ്വസ്തനായ കളിക്കാരനെ തിരിച്ചു വിളിക്കാതെ നിർവാഹമില്ലായിരുന്നു. തിരിച്ചു വരാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷവാനാണ്. ദേശീയ ടീമിൽ കളിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. എല്ലാവർക്കും നന്ദി. മത്സരത്തിന് ശേഷം തന്റെ പ്രകടനത്തെ പ്രശംസിച്ചവരോട് കാൻഡെ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. അയാളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയായിരുന്നു മറുപടി. ക്ലാസിസ് പെർമനന്റ് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു എൻഗോളോ കാൻഡെയിലൂടെ ഓസ്ട്രിയക്കെതിരായ മത്സരത്തിൽ കണ്ടത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരുടെ പട്ടികയിൽ നിന്നും കാൻഡെയുടെ പേര് എങ്ങോട്ടും പോയിട്ടില്ല.